കേരളത്തിൻ്റെ പൊതുബോധത്തിൽ സ്ഥാനം പിടിച്ച ചില വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ടാണ് പോയ വാരം കടന്നുപോയത്. കഴിഞ്ഞ 30 വർഷങ്ങളായി ലോകവ്യാപകമായി മലയാളിയുടെ ചർച്ചകളിൽ സ്ഥാനം പിടിച്ച ദൈവത്തിൻ്റെ സ്വന്തം വക്കീൽ എന്ന് സ്വയം അവകാശപ്പെട്ട ജോമോൻ പുത്തമ്പുരയ്ക്കൽ എന്ന അഭിനവ പുണ്യവാളൻ്റെയും ഇടതുപക്ഷ സഹയാത്രികൻ എന്ന വ്യാജേന സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കളിച്ച KT ജലീൽ എന്ന മുൻ മന്ത്രി പുങ്കവൻ്റെയും തനിനിറം മലയാളികൾക്ക് കൂടുതൽ വ്യക്തമായതിൻ്റെ വിശദാംശങ്ങളുമായി ന്യൂസ് സ്കാൻ ആരംഭിക്കുന്നു. സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണെന്നും വൈദികരും കന്യാസ്ത്രീയും ചേർന്നാണ് അത് ചെയ്തതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി 3 പതിറ്റാണ്ടുകളോളം അത്യധ്വാനം കഴിച്ച ജോമോൻ പുത്തമ്പുരയ്ക്കൽ എന്ന അഭിനവ പുണ്യവാളൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. മാധ്യമം പത്രത്തെ നിരോധിക്കാൻ അബ്ദുൾ ജലീൽ എന്ന പേരിൽ UAE രാഷ്ട്രത്തലവന് കത്തെഴുതിയത് പുറത്തായതിനെ തുടർന്ന് ആകെ വിവാദത്തിൽ മുങ്ങിയ മുൻ മന്ത്രി KT ജലീൽ ഫേസ്ബുക്കിലെ പതിവ് ന്യായീകരണ പോസ്റ്റുകൾക്ക് പകരം ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ നടത്തിയ മലക്കം മറിച്ചിലുകളുടെ സകല വരട്ടുവാദങ്ങളും പൊളിഞ്ഞ് ഉത്തരം മുട്ടിയവൻ്റെ കൊഞ്ഞനം കുത്തലുകളായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. CPM നേതൃത്വവും മുഖ്യമന്ത്രിയും തള്ളിപ്പറഞ്ഞ ജലീലിൻ്റെ തരംതാണ ഇടപാടുകളെ വിശകലനം ചെയ്ത ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് അവറിൽ ജലീലിനെ ന്യായീകരിക്കാൻ അയാളുടെ ഏറാൻ മൂളികളായ മലപ്പുറത്തെ ഒരു സ്വതന്ത്ര CPM കാരൻ പോലും തയ്യാറാകാതിരുന്നപ്പോൾ അഭയ കേസിൽ സഭയ്ക്കെതിരെ കളിക്കാൻ പണ്ട് നടത്തിയ ചില കൊടുക്കൽ വാങ്ങലുകളുടെ ഉപകാരസ്മരണ നിലനിർത്താനായിരിക്കണം ജലീൽ പുനരുദ്ധാരണ പാക്കേജിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് അഖില ലോക പൊതുപ്രവർത്തകനെന്ന് ആത്മപ്രശംസ പുലമ്പുന്ന ജോമോൻ പുത്തമ്പുരയ്ക്കൽ രംഗപ്രവേശം ചെയ്തത്. ഏഷ്യാനെറ്റ് ചാനൽ ചർച്ചയിൽ അവതാരകൻ വിനു വി ജോണിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം മുട്ടി വിളറിയ ചിരിയോടെ പറഞ്ഞ മറുപടി കേട്ട് പ്രേക്ഷകർക്ക് ചിരിയടക്കാനായില്ല. ജലീലിനെ ന്യായീകരിക്കാൻ പറഞ്ഞ വാദങ്ങളെല്ലാം അടപടലം ചീറ്റി. എനിക്ക് മനസ്സിലാവാത്തത് ഈ ജയിലിൽ കിടന്ന ഒരാൾ പറയുന്നത് മഹാ അപരാധമാണെന്ന് ജോമോൻ പറയുന്നത് എന്താണ്? ജോമോന്റെ അഭയ കേസിലെ പ്രധാന സാക്ഷി കള്ളനായ അടക്കരാജു പറഞ്ഞത് കോടതി വിശ്വസിച്ച് എന്തിനെന്ന് ചോദിച്ചവർക്ക് നല്ല മറുപടി കൊടുത്തിട്ടുണ്ടല്ലോ ജോമോൻ. അപ്പോൾ പിന്നെ സ്വപ്നയുടെ കാര്യത്തിൽ ജോമോൻ എന്തിനാണ് ഇത്ര ധാർമ്മിക രോഷം? ഈ സ്വപ്നയുടെ മൊഴി അടിസ്ഥാനമാക്കിയല്ലേ കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസ്ഥാന സർക്കാർ കേസെടുത്തിരിക്കുന്നത്? ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നത് സ്വപ്നയുടെ ഒരു ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? അടക്കരാജുവിനെ വിശ്വസിക്കണമെന്ന് വാദിക്കുന്ന ജോമോൻ ഈ സ്വപ്നയുടെ കാര്യത്തിൽ ഇത്ര ധാർമ്മിക രോഷം പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? ഇതിപ്പോ ജലീലിന്റെ കൊട്ടേഷനുമായിട്ട് ഇവിടെ വന്നതാണ്. എനിക്കങ്ങനെ ചോദിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ജോമോനുമായിട്ട് എത്രയോ കാലത്തെ ബന്ധമാണ്. കുറച്ച് ദിവസമായിട്ട് ജലീലിന്റെ കൂടെ നടക്കുന്നത് കാണുന്നുണ്ട്, വെള്ളാപ്പള്ളിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. പക്ഷെ ആ കൊട്ടേഷൻ എടുത്തിട്ടാണോ ഈ ചർച്ചയ്ക്ക് വന്നതെന്ന് അറിയില്ല. ജോമോന് ജലീലിന്റെ നല്ല ക്ലാസ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ അഞ്ഞാഴി. ചർച്ച പുരോഗമിക്കും തോറും ജോമോന്റെ മുഖം മൂടി ഒന്നൊന്നായി അഴിഞ്ഞു വീണു. ന്യായീകരണ ക്യാപ്സൂളുകളുമായി ഏഷ്യാനെറ്റിലെ ചർച്ചാപീഠത്തിലെത്തി ജലീൽ പുനരുദ്ധാരണ വാദങ്ങളുമായി വായ പൊളിച്ചു പറഞ്ഞത് മുഴുവൻ ബൂമറാങ്ങായി മാറിയ ജോമോനോട് ജലീലിൻ്റെ കൊട്ടേഷൻ എടുത്താണോ ചർച്ചയ്ക്ക് വന്നത് എന്ന വിനുവിൻ്റെ സ്മാഷ് വന്നതോടെ സപ്തനാടികളും തളർന്നുപോയ ജോമോൻ പിന്നെ എയറിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വസ്തുതകൾ കൃത്യമായി പഠിച്ച് താത്വികമായ വിശകലനങ്ങൾ നടത്തിയ ICC ഗ്ലോബൽ സെക്രട്ടറി ആഷിഖ് തൈക്കണ്ടിയും സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് C മാത്യുവും കൃത്യമായ നിരീക്ഷണങ്ങളോടെ ചർച്ചയിൽ പുത്തമ്പുരയ്ക്കൽ പുണ്യവാളനെ എടുത്തിട്ടലക്കി. ജോമോൻ അന്തരീക്ഷത്തിൽ നിന്ന് കയ്യും കാലും ഇട്ടടിക്കുന്ന കാഴ്ച കേരളം മുഴുവൻ കണ്ടു. സഭയെ സമ്മർദ്ദത്തിലാക്കാൻ അഭയ കേസിലെ പൊറാട്ട് നാടകങ്ങൾക്ക് കാലങ്ങളോളം കലവറയൊരുക്കി ജോമോനുമായി മച്ചാനും കളിച്ച ആ ചാനൽ അവതാരകൻ കളം മാറ്റി മർമ്മം നോക്കി ചവിട്ടി തന്നെ നിർവീര്യനാക്കുമെന്ന് ജോമോൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അഭയ കേസിൽ കഞ്ചാവടിച്ച് കിറങ്ങി നടന്ന കള്ളന്റെ മൊഴി വിശ്വസിക്കാമെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയെങ്കിലും
തികഞ്ഞ വിവേകത്തോടും ആഭിജാത്യത്തോടും കൂടെ സംസാരിക്കുന്ന സ്വപ്നയുടെ മൊഴികൾക്ക് വിശ്വസനീയത ഇല്ലാത്തത് എന്തെന്ന ചോദ്യം കേട്ട് ജോമോൻ ബോധം കെട്ട് വീണില്ലെന്നേ ഉള്ളൂ. അഭയ കേസ് മറയാക്കി ഒരുപാടങ്ങ് വളർന്ന ഒരു സാധാരണക്കാരനാണ് ജോമോൻ. സ്വന്തം അപ്പനെയും അമ്മയെയും കത്തോലിക്ക സഭയുടെ ജീവകാരുണ്യ സ്ഥാപനങ്ങളിൽ തള്ളി മാലോകരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുവാൻ ഓടി നടന്ന ജോമോൻ സഭയുടെ ശത്രുക്കളുടെ കയ്യിലെ ഉപകരണമായി. കോട്ടയം ജില്ലയിലെ ഒരു നാട്ടിൻപുറത്തുകാരൻ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ച് സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തി. ഇതിനൊക്കെയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ എവിടെ നിന്നാണെന്ന് അത്ഭുതപ്പെടുന്നവർ ഏറെയുണ്ട്. ജോമോനെ വിശ്വസിച്ച് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഷാജൻ സ്കറിയ താൻ തയ്യാറാക്കിയ ഒരു വീഡിയോയിൽ അഭയ കേസിൽ ജോമോൻ കൊണ്ടുവന്ന സാക്ഷിയെക്കുറിച്ച് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണത്തോടെ തനിക്ക് ജോമോനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായും ജലീലിനെ ന്യായീകരിക്കുന്നതിനും രക്ഷിക്കുന്നതിനുമായി അദ്ദേഹം പരസ്യമായി രംഗത്ത് വന്നതോടെ പല സംശയങ്ങളും ശക്തമാകുന്നതായും ഏറ്റുപറഞ്ഞു. വെള്ളാപ്പള്ളി നടേശനെ കൂടി കണ്ടതോടെ ജോമോനിലുണ്ടായിരുന്ന അല്പം വിശ്വാസം കൂടി പൂർണ്ണമായും ഇല്ലാതെയായി. ഷാജൻ സ്കറിയ അഭയ കേസിൽ ജോമോനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ചെയ്ത സ്റ്റോറിയിലെ ചില നിരീക്ഷണങ്ങൾ കേൾക്കുക. അഭയ കേസിൽ അച്ഛനും കന്യാസ്ത്രീയും ശിക്ഷിക്കപ്പെടുമ്പോൾ സഭാധികാരികൾ മാത്രമല്ല, വലിയൊരു ജനവിഭാഗം അത് അനീതിയാണ്, കെട്ടിച്ചമച്ച തെളിവാണ്, ഒരു കള്ളന്റെ നാവിൻ്റെ ബലത്തിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് എന്ന ആരോപണം ഉയർത്തിയിരുന്നു. ആ ആരോപണം ഏതാണ്ട് ശരിവയ്ക്കുകയാണ് ഹൈക്കോടതി. ജയിലിൽ നിന്നും അവരെ തൽക്കാലത്തേക്ക് ജാമ്യം നൽകി പുറത്തുവിടുമ്പോൾ ഹൈക്കോടതി നൽകുന്ന സൂചന എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ വർഗീയത ഉണ്ടായിരുന്ന ഇടത് നേതാവായാണ്, ഇടത് മന്ത്രിയായാണ് ജലീൽ അറിയപ്പെടുന്നത്. ജലീൽ ഇടത് പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താവാണെങ്കിലും ബോധപൂർവം മറ്റു സമുദായങ്ങൾക്ക് ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നതിൽ കുപ്രസിദ്ധനായിരുന്നു, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക്. ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടയുടെ ഭാഗമായി പഴയ സിമിക്കാരൻ ഇടതുപക്ഷത്ത് വന്നപ്പോൾ ആ ഇസ്ലാമിസ്റ്റുകൾക്ക് വെള്ള പൂശുന്നതിന് വേണ്ടിയുള്ള ഉപകരണമായി ജോമോൻ മാറിയോ എന്ന ചോദ്യമാണ്. അതാണ് ജോമോനെ എന്നെ പോലെയുള്ളവർ പിന്തുണച്ചിരുന്ന അഭയക്കേസിൽ പോലും ജോമോൻ സംശയ നിഴലിലാവുന്നത്. ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ദുർബലപ്പെടുത്തണമെന്ന ആഗ്രഹമുള്ളത് ക്രിസ്തുമതവും ക്രിസ്തു വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. സഭയിൽ ചില ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ബോധപൂർവം ഇസ്ലാമിസ്റ്റുകൾ തിരികെ കയറ്റിയ ആളാണോ ജോമോൻ പുത്തമ്പുരയ്ക്കൽ എന്ന് സംശയിക്കുന്നവരുടെ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള ന്യായീകരണവും ഇടപെടലുമാണ് ജോമോൻ ഇന്നലെ നടത്തിയിരിക്കുന്നത്. ക്രൈസ്തവ വിഭാഗത്തെ ദുർബലപ്പെടുത്താൻ ഇസ്ലാമിസ്റ്റുകൾ പഴയ സിമി പ്രവർത്തകനായ ജലീലിനെ മുൻനിർത്തി നടത്തിയ നീക്കങ്ങളെ വെള്ളപൂശാൻ പുത്തൻപുരയ്ക്കലെ പുണ്യവാളനായ ജോമോൻ മാമോനേക്കാളും തരംതാണ കളികളുമായി കളത്തിലിറങ്ങിയെന്ന സന്ദേഹം വെറുതെ അങ്ങ് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഇസ്ലാമിസ്റ്റുകളുടെ ഉപകരണമായി പ്രവർത്തിക്കുകയാണ് ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു അഭയ കേസിൽ പോലും ജോമോൻ നടത്തിയത് എന്ന സംശയം ഉണ്ടാവുന്ന വിധത്തിലായിരുന്നു ഇന്നലത്തെ ഉത്തരമുട്ടൽ. അഭയ കേസുമായി ബന്ധപ്പെട്ട് 3 പതിറ്റാണ്ടുകളായി ജോമോൻ പുലമ്പുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി മാധ്യമ വിചാരണ നടത്തിയവർക്ക് ഇപ്പോൾ തിരിച്ചറിവായി തുടങ്ങിയിരിക്കുന്നു. സഭയിലെ സന്യസ്തർക്കെതിരെ ഇവർ ഉറഞ്ഞുതുള്ളിയപ്പോൾ ഒരു കേവല ന്യൂനപക്ഷം മാത്രം പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് ഏവർക്കും ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ക്രൈസ്തവ സഭാവിരുദ്ധ നിലപാടുകൾ എന്നും തുടർന്നു പോരുന്ന ജലീലും ജോമോനും ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. മൂവരും ചേർന്നുള്ള കളികൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവം പോലെ പ്രേക്ഷകരെ ചിരിപ്പിക്കുമെന്നതാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ക്രിസ്ത്യൻ മിഷണറിമാർ തമിഴ്നാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ തമിഴ്നാട് മറ്റൊരു ബീഹാറായി പോകുമായിരുന്നുവെന്ന ധീരമായ സാക്ഷ്യം ഉറക്കെ പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട് സംസ്ഥാനത്തെ നിയമസഭാ സ്പീക്കർ എം അപ്പാവു. தமிழ்நாட்டு வளர்ச்சியில் உங்களை நீக்கிவிட்டால் வளர்ச்சி ஒன்றுமே இல்லை. ஒட்டுமொத்த வளர்ச்சிக்கும் முக்கிய காரணமானவர்கள் கத்தோலிக்க கிறிஸ்தவ
மத போதகர் என்று சொன்னாலும் சமூக நீதியில் திராவிடத்தில் உயர்ந்து நிற்கிறது என்றால் அது உங்கள் உழைப்பு தான். நீங்கள் தான் அஸ்திவார கற்கள். உங்களுக்கு മേൽ കട്ടപ്പെട്ടതാണ് இந்த തമിഴകം. തന്റെ രാഷ്ട്രീയ ജീവിതം രൂപപ്പെടുത്തിയത് കത്തോലിക്ക മിഷണറിമാരാണെന്നും ഉപവസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളുടേതാണ് തമിഴ്നാട് സർക്കാരെന്നും അപ്പാവു പ്രസ്താവിച്ചു. ക്രൈസ്തവ മിഷണറിമാർ ഇല്ലായിരുന്നുവെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു വളർച്ചയും ഉണ്ടാകുകയില്ലായിരുന്നുവെന്നും തമിഴ്നാടിൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് കാരണമായത് കത്തോലിക്ക മിഷണറിമാരാണെന്നും അവരുടെ പ്രവർത്തനമാണ് തമിഴ്നാടിന് ശക്തമായ അടിത്തറ പാകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് മുഖ്യമന്ത്രി MK സ്റ്റാലിനും വ്യക്തമായി അറിയാവുന്നതാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ മാത്രമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കിയത്. ക്രിസ്ത്യൻ മിഷണറിമാർ സാമൂഹിക സമത്വം കൊണ്ടുവന്നു. ദ്രാവിഡ പ്രസ്ഥാനം അവരുടെ പ്രവർത്തനത്തെ തുടർന്നാണ് വിപുലീകരിക്കപ്പെട്ടതെന്നും അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. തിരുനെൽവേലി ജില്ലയിലെ രാധപുരത്ത് നിന്ന് DMK പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട M. അപ്പാവു ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ആധാരശിലകളിൽ ആഴത്തിൽ കുത്തിവച്ചിട്ടുള്ള സത്യങ്ങളാണ് ഉറക്കെ പ്രഘോഷിച്ചത്. അപ്പാവുവിൻ്റെ സാക്ഷ്യം ഞങ്ങളിവിടെ ഊന്നിപ്പറയാൻ കാരണമുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിൻ്റെയും സമഗ്ര പുരോഗതിക്ക് നിമിത്തമായത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ മഹത്തരമായ സംഭാവനകൾ തന്നെയായിരുന്നു. പക്ഷേ അതൊന്നും ഇതുപോലെ നിന്ന് തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ നട്ടലുറപ്പുള്ള ഭരണസാരഥികൾ ഇവിടെയില്ല. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അവർ അത്രമേൽ ഭയപ്പെടുന്നു. കേരളത്തിലെ നവോത്ഥാന കുലപതിയും സാമൂഹിക പരിഷ്കർത്താക്കളിൽ അഗ്രഗണ്യനുമായ വിശുദ്ധ ചാവറയച്ചനെ ഗൂഢാലോചനയ്ക്ക് വഴങ്ങി പാഠപുസ്തകത്തിൽ നിന്നൊഴിവാക്കി അപനിർമ്മിതികളായ ചരിത്രത്തെ ആധികാരികമെന്ന് കാട്ടി അവതരിപ്പിച്ചവരുമാണ്. പക്ഷേ സത്യത്തെ മറയ്ക്കാൻ ഒരു ഇരുട്ടിൻ്റെ ശക്തികൾക്കുമാവില്ല. ഇതുപോലെ അപ്പാവുമാരുടെ രൂപത്തിൽ അത് യഥാസമയത്ത് പുറത്തു വരിക തന്നെ ചെയ്യും. IAS ഓഫീസർമാർക്ക് പുതിയ പ്രവർത്തന മേഖലകൾ നൽകിക്കൊണ്ട് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ മാധ്യമപ്രവർത്തകൻ ബഷീറിനെ കാറിടിപ്പിച്ചു കൊന്ന ശ്രീറാം വെങ്കിട്ടരാമൻ ആലപ്പുഴയിലും തൻ്റെ പ്രേയസി രേണുരാജ് എറണാകുളത്തും കളക്ടർമാരായി അവരോധിതരായി. മദ്യപിച്ച് അമിതവേഗത്തിൽ കാർ ഓടിച്ച ശ്രീറാം പാവം ബഷീറിൻ്റെ കാലനായി അവതരിച്ചു. വൈദ്യപരിശോധനയും കേസെടുക്കലും മനഃപൂർവ്വമായി വൈകിപ്പിച്ച് ശ്രീറാമിന് ആകുന്നത്ര നിയമപരിരക്ഷ ഒരുക്കുന്നതിൽ അന്വേഷണ സംഘം അശ്രാന്ത പരിശ്രമം നടത്തി. അതിലവർ വിജയിക്കുകയും ചെയ്തു. പുല്ലുപോലെ ശ്രീരാമൻ ആലപ്പുഴയുടെ കളക്ടറായി. ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന്റെ കാവലാളായിരിക്കേണ്ട ഒരാൾ ഒരു കുടുംബത്തെ മുഴുവൻ അനാഥമാക്കി. തെളിവുകൾ മുഴുവൻ അയാൾക്കെതിരായിരുന്നിട്ടും നിരപരാധികൾ വെറുതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പിണറായി ഭരണത്തിൽ അയാൾക്ക് അറസ്റ്റോ ജയിൽവാസമോ ഒന്നുമുണ്ടായില്ല. എന്നിട്ട് ബഷീറിന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തല്ലോ എന്ന് ഒരു ന്യായീകരണവും. ധാർമ്മികത എന്നൊന്ന് ഉണ്ടായിരുന്നെങ്കിൽ പരസ്യമായ ഒരു ഖേദപ്രകടനത്തിനെങ്കിലും ശ്രീരാമൻ തയ്യാറായേനെ. പക്ഷേ അതുണ്ടായില്ല. കഷ്ടം. ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്. ഒരു തെറ്റു പറ്റിയതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഒരാളെ കുറ്റവാളിയായി മാറ്റി നിർത്തുന്നതും ശരിയല്ല. കുറ്റവാളികളെ ജയിലിൽ അടയ്ക്കുന്നത് പോലും ശിക്ഷ എന്നതിലുപരി അവനെ സംരക്ഷിക്കുകയും തെറ്റ് തിരുത്തി ജീവിക്കാനുള്ള അവസരം കൊടുക്കുക എന്ന അർത്ഥത്തിലുമാണ്. അതുകൊണ്ടും കൂടിയാണ് കത്തോലിക്ക സഭ വധശിക്ഷയെ അനുകൂലിക്കാത്തത്. രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തികളിൽ ഏർപ്പെട്ടു എന്നതിനാൽ നടപടികൾക്ക് വിധേയരാകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കേരള പോലീസിൽ ദിവസേന കൂടുകയാണ്. സേനയെ ചിത്രിപ്പിക്കുന്ന വിധത്തിൽ ഇത്തരം ഭീകരവാദ സ്വാധീനങ്ങൾ ഒരു വശത്ത് നിറയുമ്പോൾ മറുവശത്ത്
ക്രമസമാധാനവും നിയമവാഴ്ചയും മറന്ന് പോലീസ് ഭരണകൂടത്തിൻ്റെ കൈകളിലെ കളിപ്പാവകളായി മാറുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് സേനയിൽ സത്യസന്ധരും നീതിനിഷ്ഠരുമായ ധാരാളം ഓഫീസർമാർ ഉള്ളപ്പോൾ തന്നെ അവരുടെ കൂടെ സൽപ്പേര് നശിപ്പിക്കുകയും അവരെയും സംശയദൃഷ്ടിയോടെ പൊതുജനം വീക്ഷിക്കാൻ ഇടയാക്കുകയുമാണ് വളരെ ചെറിയ ഒരു വിഭാഗമായ ഈ കൂട്ടര്. സേനയിൽ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടെ ഡ്യൂട്ടി ചെയ്യുന്നവർ പലപ്പോഴും അനുഭവിക്കുന്നത് കടുത്ത ബുദ്ധിമുട്ടുകളാണ്. അത് പലപ്പോഴും പുറം ലോകം അറിയാറില്ല. ഷെക്കേന ബിഗ് ഡിബേറ്റിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടി ദേവപ്രസാദ് ആ കാര്യങ്ങൾ അനാവരണം ചെയ്യുകയുണ്ടായി. സത്യസന്ധമായ അന്വേഷണം നടത്തുന്നവർക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത ഒരു സംവിധാനം പോലും ഇപ്പം നമുക്കറിയാം. ജോർജിനും എനിക്കൊക്കെ അറിയാവുന്ന ഒരാളാണ് CB മാത്യു സാർ. കേരളത്തിൽ ഒരു DGP ആയിട്ട് റിട്ടയർ ചെയ്തയാളാണ്. അങ്ങേര് കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെയല്ല റിട്ടയർ ചെയ്തതിനു ശേഷം. ജോർജിന് പിന്നെ അത്രയും ശല്യങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പെൻഷൻ കാശ് മുഴുവൻ കോടതി കേസ് നടത്തിക്കൊണ്ട് ഇപ്പൊ ഈ കൊള്ളക്കാരല്ലെങ്കിൽ അദ്ദേഹം പിടിച്ചവരൊക്കെ നല്ല കാശുകാരാ. അവർക്ക് കേസ് നടത്താനൊന്നും ബുദ്ധിമുട്ടില്ല. ഇദ്ദേഹത്തിന് ഈ ശമ്പളം മാത്രമേ ഉള്ളൂ. സത്യസന്ധര ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വരുമാനം അധികം കാണിയല്ല. ജോർജ് മുമ്പേ പറഞ്ഞ പോലെ അവർക്ക് പലേഷ്യൽ ബിൽഡിങ്സ് ഇല്ല, ഈ സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങളില്ല, അവർക്ക് ബാങ്ക് അക്കൗണ്ടും കുറവായിരിക്കും. അപ്പൊ ഈ പെൻഷനിൽ നിന്ന് കിട്ടുന്ന കാശല്ല ഇന്ന് കൊടുക്കേണ്ട ഒരു സ്ഥിതി വരുന്നത്. അതായത് ഗവൺമെന്റിൽ നിന്നുള്ള സംരക്ഷണം ഇങ്ങനെയുള്ള നടപടി സർവീസ് കാലത്ത് ചെയ്തവർക്ക് ആ കേസുകൾക്ക് പോലും സംരക്ഷണം കൊടുക്കുന്നില്ല. സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോയാൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ജോർജ് ഒരു അഭിഭാഷകൻ കൂടി അറിയാലോ, ജസ്റ്റിന് അറിയാലോ. സുപ്രീം കോടതിയിൽ ഒരു കേസിന് പോകുന്ന ഒരാളെ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. സുപ്രീം കോടതി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ ബഹുമാനാണ്, പേടി. അവിടെ ഒരു കേസിന് വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു അഡ്വക്കേറ്റിനെ വെക്കണേ നമുക്ക് എത്ര രൂപ ചെലവാകുന്നത്. ഇവരുടെ കേസൊക്കെ വാദിക്കപ്പെടുന്നു ഈ ആൾക്കാർക്കൊക്കെ. പിന്നെ പണം എന്നുള്ളൊരു പ്രശ്നമാണ്. ഇന്ന് ഈ തീവ്രവാദികളെ ആകർഷിക്കുന്ന വലിയ ഘടകം പണമാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിച്ചു കൊടുക്കുന്നുണ്ട്. ജോർജ് ഇതൊന്നും ഞാൻ പറയുന്നത് എന്തെങ്കിലും തന്നെ ജോർജ് നിഷേധിച്ചോളൂ. കാരണം ജോർജിന് കൂടുതൽ ഇൻസൈഡ് സ്റ്റോറീസ് അറിയാം. അതായത് ഈ ഇവർക്കിപ്പോ ഒരു കേസ്, ഇപ്പൊ അനസിന് ഒരു കേസ് വന്നു, സുപ്രീം കോടതി പോണേലും അവർ പോകും. എങ്ങനെ പോകും? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജോർജ് ഇപ്പൊ ഒരു DSP ആയിട്ട് റിട്ടയർ ചെയ്തയാളാ, വീട്ടിൽ അത്യാവശ്യം കാശുള്ള ആളാ, സുപ്രീം കോടതിയിൽ ഒരു കേസ് പോയാൽ ജോർജ് എന്ത് ചെയ്യും? എനിക്കറിയാവുന്നിടത്തോളം വെച്ച് ബുദ്ധിമുട്ടിപ്പോവും. എനിക്കൊക്കെയാണ് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു അവസ്ഥ. തീവ്രവാദികൾക്കെതിരെയുള്ള ഒട്ടുമിക്ക കേസുകളും അന്വേഷണത്തിൽ മെല്ലെ പോകുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കണ്ടുവരുന്നത്. ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അമിതമായ പരിഗണനകൾ നൽകുന്ന സ്ഥിതിവിശേഷവും സേനയിൽ നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യമാണ് ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ തുറന്നു പറഞ്ഞത്. ലവ് ജിഹാദ് പോലെയുള്ള ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇത് എത്ര പേര് വിശ്വസിക്കും എങ്ങനെയാണെന്ന് അറിയത്തില്ല. മിക്ക പോലീസ് സ്റ്റേഷനിലെയും ആധിപത്യം ജോർജ് സാറൊക്കെ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. മുസ്ലിം ഭൂരിപക്ഷ ദേശങ്ങൾ ഞാൻ എടുത്തു പറയണം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷ പോലീസുകാരും ഒന്നോ രണ്ടോ പേരെ മറ്റു മതവിഭാഗങ്ങളുള്ളവരെ നിർത്തിയിട്ട് ഭൂരിപക്ഷ ഉദ്യോഗസ്ഥർ അവരായിരിക്കും. ഒരു രീതിയിലും നമുക്ക് നീതി കിട്ടുകയില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പരിഗണിക്കുകയില്ല. ഇവര് അവിടുന്ന് മറഞ്ഞു പോകും. ഏതെങ്കിലും അവിടുത്തെ റൈറ്ററോട് പറയും ഓഫീസർ വരട്ടെ എന്ന് പറയും, നമ്മൾ അവിടെ കാത്തു നിൽക്കണം. അങ്ങനെ ഒരു രീതിയിലും നീതി കിട്ടാത്ത ഒരവസ്ഥ. ഇനി മറ്റൊരു കേസ് പറഞ്ഞാൽ 2018 നടന്ന ഒരു ലവ് ജിഹാദ് കേസില് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവാണ് പ്രതിയായി വന്നിരുന്നത്. ആ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞ് അന്ന് DGPക്കും മുഖ്യമന്ത്രിക്കൊക്കെ പരാതിപ്പെട്ടു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. ബഹുമാനപ്പെട്ട കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ് ആ പെൺകുട്ടീനെ, അതായത് ഒരു ലവ് ജിഹാദ് വിക്ടിം ആയിട്ടുള്ള ഒരു പെൺകുട്ടീനെ, ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടീനെ നമ്മൾ വിവാഹം കഴിപ്പിച്ച് ആ പെൺകുട്ടി 2 മക്കളുടെ അമ്മയായി കഴിഞ്ഞപ്പോൾ ഇപ്പം ആ അന്വേഷണമായിട്ട് ആ വീട്ടിലേക്ക് കയറി ഇറങ്ങുക പോലീസ്. രാവും പകലും മെമ്മോ ആയിട്ട് ചെല്ലുക, സമൻസുമായിട്ട്. എന്തൊരു ക്രൂരതയാണെന്നറിയോ? ഈ ക്രൂരതകളാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ഈ ക്രൂരതകൾക്കെതിരെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ചെല്ലുകയാണ്. ചോദിക്കാൻ പറയുന്നത് ഞങ്ങൾക്ക് മേലെ എന്നുള്ള നിർദ്ദേശമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ദുരന്തത്തിൽപ്പെട്ട കുഞ്ഞ് രക്ഷപ്പെട്ട് അതൊരു ജീവിതത്തിലേക്ക് പിച്ചു വെച്ച് വരുമ്പോൾ അത് താമസിക്കുന്ന ഭർത്താവിന്റെ വീട്ടിലേക്കും നാട്ടിലേക്കും ഒക്കെ കടന്നു ചെന്ന് ആ കൊച്ചിന്റെ ഉള്ള ജീവിതത്തെയും കൂടെ തകർക്കുന്ന സംവിധാനങ്ങൾ, ഇത് ബോധപൂർവം അല്ലെന്ന് നമ്മൾ എങ്ങനെ പറയും? അതായത് കേരളത്തിലെ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകള് അവരുടെ പ്രവാചകനെ നിന്ദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ പുറത്തെ മതിലിൽ കൊണ്ടുപോയി പരാതി എഴുതി ഒട്ടിച്ചു വെക്കോ, അല്ലെങ്കിൽ അവിടെ കല്ലും കഷ്ണം എടുത്ത് വെച്ചിട്ട് പോയാലോ അതിന്റെ പേരിൽ കേസെടുക്കുന്ന കേരളത്തിലെ പോലീസ് ഇവിടെ ഇപ്പോഴും
6 മാസങ്ങൾക്ക് മുന്നേ കൊടുത്ത പരാതികളിൽ പോലും ഒരു നടപടി എടുക്കാതെ വെറുതെ പേപ്പർ കനോ ഇനി അതവിടെ ഉണ്ടോ എന്ന് പോലും വിവരാവകാശം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ 1-2 സ്ഥലത്ത്, എന്തായെന്ന് അറിയാൻ. അതുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അതിന് വേസ്റ്റ് പേപ്പർ ആണോ ടോയ്ലറ്റിൽ ഉപയോഗിച്ചെന്ന് പോലും നമുക്കറിയാത്ത രീതിയിൽ ഒരു പരിഗണന 100% കൃത്യമായിട്ട് മതത്തെ മാത്രം നോക്കി നടപടി എടുക്കുന്ന ഒരു ഭീകരത, അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. അത് പോലീസിന്റെ ഒരു വലിയ വിഭാഗമുണ്ട്. അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് കാണുന്നതല്ല, കേരളം മുഴുവൻ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഒരു വിഭാഗത്തെ മാത്രം പേടി, മറ്റൊരു വിഭാഗത്തെ മാത്രം പേടിയില്ല. ഇവിടെ എന്ത് പരാതി കൊടുത്താലും ഒരു പ്രശ്നമില്ല. ഞാനൊരു കഴിഞ്ഞ ദിവസം കോട്ടയം പോലീസ് സ്റ്റേഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു കേസ് കൊടുത്ത ഒരു മനുഷ്യന്റെ അനുഭവം ഞാൻ പറയാം. ഒരു പരാതിക്കാരൻ 27 പ്രാവശ്യം ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി കഴിഞ്ഞു. 27 പ്രാവശ്യം. അത് അദ്ദേഹത്തിന്റെ ഫോണിലൂടെ അദ്ദേഹം യൂട്യൂബിൽ വന്ന ഒരു വീഡിയോ കണ്ട് തനിക്ക് വിഷമമുണ്ടായ കാര്യമുണ്ട്, പരാതിപ്പെട്ട് കഴിഞ്ഞപ്പോ ഇപ്പൊ ഫോൺ കസ്റ്റഡിയിൽ എടുക്കണം. അതായത് ഈ പറയുന്ന ഫോൺ, സാറേ ആ ഫോണിൽ ഞാൻ കണ്ട സാധനം, ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് സാറിനെ കാണാം, അത് സാർ എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ പോരാ, ആ ഫോൺ തന്നെ ഹാജരാക്കണം, ഫോൺ ഞങ്ങൾക്ക് കസ്റ്റഡി എടുക്കണം. അത് ഇപ്പോഴും സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്, ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നിട്ട് ഈ മനുഷ്യൻ, പാവപ്പെട്ട മനുഷ്യന് റബ്ബർ വെട്ടി ജീവിക്കുന്ന മനുഷ്യന്റെ ഫോൺ മേടിച്ച് കസ്റ്റഡി വെച്ചാൽ മാത്രമേ അത് തെളിവാകുള്ളൂ എന്ന് പറയുന്ന സംവിധാനം, ഇതൊക്കെ എവിടുത്തെ സംവിധാനമാണ്? ഇന്ത്യയിലെ തന്നെ മികച്ച സേനയാണ് കേരളത്തിലെ പോലീസിനുള്ളത്. എന്നാൽ അവരുടെ ക്രയശേഷിയെ ക്ഷയിപ്പിക്കുന്ന തീവ്രവാദമടക്കമുള്ള ബാഹ്യ സ്വാധീനങ്ങളിൽ നിന്നും സ്ഥാപിത താൽപ്പര്യങ്ങളിൽ നിന്നും അവരെ പുനരുദ്ധരിക്കുക തന്നെ വേണം. സിസ്റ്റർ അഭയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പ്രശസ്ത ഫോറൻസിക് സർജൻ ഡോക്ടർ രാധാകൃഷ്ണൻ യാത്രയായി. തൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ പ്രമാദമായ നിരവധി കേസുകളിലെ പോസ്റ്റ്മോർട്ടം ഡോക്ടർ രാധാകൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ചർച്ചയാക്കാനിടയായ സാഹചര്യം അഭയ കേസുമായി ബന്ധപ്പെട്ടതാണ്. താൻ ചെയ്ത പോസ്റ്റ്മോർട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഭയയുടെ മരണം കൊലപാതകമല്ല എന്ന നിഗമനത്തിൽ ശക്തമായി അന്നും ഇന്നും ഉറച്ചു നിന്ന വ്യക്തിയാണ് ഡോക്ടർ രാധാകൃഷ്ണൻ. സിസ്റ്റർ അഭയയുടെ മരണം പോസ്റ്റ്മോർട്ടം കണ്ടെത്തലുകൾ പ്രകാരം ജീവനോടെ കിണറ്റിൽ വീണുള്ള മുങ്ങി മരണമാണെന്നാണ്. മരണകാരണമായ ഒരു മുറിവ് പോലും അഭയയുടെ മൃതദേഹത്തിലില്ല. തലയിലുള്ള ഒരേ നേർരേഖയിലുള്ള 2 മുറിവുകളുടെ ആഴം 0.2 mm, 0.3 mm എന്നിങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ വളരെ ആഴം കുറഞ്ഞ മുറിവ്. അഭയയുടെ തലയോട്ടിക്ക് യാതൊരു ക്ഷതവും സംഭവിച്ചിട്ടുമില്ല. ദേഹത്ത് കാണപ്പെട്ട മറ്റ് മുറിപ്പാടുകളെല്ലാം കിണറിൽ താഴേക്ക് പോകുമ്പോൾ കാണപ്പെടാറുള്ള ഉരച്ചിൽ മൂലമുള്ള ഉരസലുകൾ മാത്രമാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അഭയയുടെ മരണം കൊലപാതകമല്ല എന്ന ഉത്തമ ബോധ്യം ഡോക്ടർ രാധാകൃഷ്ണനുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എക്കാലവും സത്യസന്ധത പാലിച്ച് തൻ്റെ പ്രൊഫഷനോട് എക്കാലവും നീതി പുലർത്തിയ അദ്ദേഹം ആരുടെയും സ്വാധീനത്തിന് കീഴടങ്ങിയിട്ടില്ല. എന്നാൽ സത്യസന്ധവും മാന്യവുമായ പശ്ചാത്തലമുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ കോടതിയിൽ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനിടയായ സാഹചര്യം ഇന്നും ദുരൂഹമാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് വിദഗ്ധനും വിശ്വസ്തനുമായ ഒരു ഉദ്യോഗസ്ഥൻ പിന്നീട് മൊഴിമാറ്റുമെന്ന് ഭയന്ന് അദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കാത്ത 164 മൊഴി എടുത്ത സംഭവം. നിരവധി കൃത്രിമങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ അഭയ കേസിൽ യാതൊരുവിധ സ്വാധീനങ്ങൾക്കും വഴങ്ങാതെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ സത്യസന്ധമായ നിലപാടുകൾ സമൂഹത്തിന് മാതൃകയാണ്. ഇരിങ്ങാലക്കുട രൂപതയിലെ മൂരിയാട് എന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭാവിരുദ്ധ കൂട്ടായ്മയാണ് എംപറർ എമ്മാനുവേൽ. തികച്ചും ക്രൈസ്തവ വിരുദ്ധവും അബദ്ധ ജഡിലവുമായ പഠനങ്ങൾ പിന്തുടരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ആ ഗ്രൂപ്പിൽ പോകുന്നതിൽ നിന്നും അവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും സഭാവിശ്വാസികളെ കത്തോലിക്ക സഭാ നേതൃത്വം നേരിട്ടിടപെട്ട് വിലക്കിയിട്ടുള്ളതാണ്. ഈ ഗ്രൂപ്പിനെ കുറിച്ച്
മുമ്പ് പുറത്തു വന്നിട്ടുള്ള വാർത്തകളുടെ കൂട്ടത്തിൽ അവസാനത്തേതായി ഒരു കേസ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ നിന്നും പുറത്തുപോയ കോഴിക്കോട് സ്വദേശി അജിൽ മാത്യുവിനെ കഞ്ചാവ് കേസിൽപ്പെടുത്തി കള്ളക്കേസെടുപ്പിച്ച് ജയിലിലടയ്ക്കാൻ എംബറർ എമ്മാനുവൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവർ ശ്രമിച്ചു എന്നാണ് പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന വിവരം. അതോടൊപ്പം ഗ്രൂപ്പ് വിട്ട മറ്റൊരാളെ കൊലപ്പെടുത്തുവാനുമുള്ള നീക്കം പോലീസ് അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. അജിൽ ഈ സഭ വിട്ട് പുറത്തു വരാൻ വ്യക്തമായ കാരണങ്ങളുണ്ട്. അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് ഞാൻ വിശ്വാസം ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ വനത്തെയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാരണങ്ങളുണ്ട് അതിനകത്ത്. അതായത് ശത്രുക്കളെ സ്നേഹിക്കുന്ന പകരം അവർക്കെതിരെ ശാപാരാധന, ഫലിക്കാത്ത പ്രാർത്ഥനകൾ, അവസാനിക്കാത്ത ലോകാവസാനം, പഠനം പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഭൂലോക പിരിവ്, പേഴ്സണലി ഒന്ന് പറയും, സ്റ്റേജിൽ കയറി മറ്റൊന്ന് പറയും, പ്രവർത്തികളിൽ വേറെ ഒന്ന്, പിന്നെ ആദത്തെക്കുറിച്ച്, ഹവ്വാനെക്കുറിച്ച്, പിന്നെ ആർഭാട ജീവിതങ്ങൾ, പുതിയ പുതിയ ദൈവങ്ങൾ, റിപ്പോർട്ട് അടിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ പ്രവാചകനെ കാണാൻ പറ്റാത്തത് എന്നുള്ളതായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ദൃശ്യമായത് അദൃശ്യമായത് അദൃശ്യമായിരുന്നു പറഞ്ഞ പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതിനുശേഷം എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണുകളിൽ അന്ധകാരമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പാപമുള്ളത് കൊണ്ടാണ് എനിക്ക് പ്രവാചകനെ കാണാൻ പറ്റാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വീഡിയോ ആണ് അജിലിനെ കുരുക്കാൻ എംബറർ എമ്മാനുവൽ സംഘാംഗങ്ങൾക്ക് പ്രേരണയായത്. ഇത്തരം സെക്ടുകൾ സഭയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. തികച്ചും സുവിശേഷ വിരുദ്ധവും സഭാ പ്രബോധനങ്ങൾക്ക് എതിരായിട്ടുള്ളതുമായ കാര്യങ്ങളാണ് ഇവർ തങ്ങളുടെ അണികളിൽ അടിച്ചേൽപ്പിക്കുന്നത്. യേശുക്രിസ്തു വീണ്ടും വന്നുവെന്നും അവരുടെ കൂട്ടായ്മയിലുള്ളവർ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂവെന്നും ഇവർ പഠിപ്പിക്കുന്നു. അവരുടെ അഭിപ്രായത്തോട് വിയോജിക്കുന്നവരെ ഏത് കുൽസിത മാർഗത്തിലൂടെയും നശിപ്പിക്കുവാൻ അവർ ശ്രമിക്കുന്നു. ഈ സെക്ടിന്റെ സ്ഥാപകനായ ജോസഫ് പൊന്നാറ മരിച്ചുപോയെങ്കിലും ഉയർത്തെഴുന്നേറ്റെന്നും അവർ പറയുന്നു. അനേകർ ഇവരുടെ വാഗ്ധോരണികളിൽ വീണ് സ്വന്തം വീടും സ്ഥലവും വിറ്റ് പണം ഇവരെ ഏൽപ്പിക്കുകയും മറ്റു ചിലർ സ്വന്തം കുടുംബ ബന്ധങ്ങളെ തകർത്തും ഉപേക്ഷിച്ചും ഇവരുടെ കൂടാരത്തിൽ താമസിക്കുകയും ചെയ്യുന്നു. ക്രൈസ്തവ വിശ്വാസികൾ ഇവരുടെ കെണികളിൽ പെട്ടുപോകാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ ക്രൈസ്തവ സഭകളും ഒരുപോലെ അംഗീകരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിത്വൈക ദൈവവിശ്വാസം ഇവർ തിരുത്തുകയും പരിശുദ്ധ മറിയത്തിന് ത്രിത്വത്തിൽ സ്ഥാനം കൊടുക്കുകയും പിതാവായ ദൈവത്തെ എല്ലാറ്റിനും മുകളിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇത് ക്രൈസ്തവ വിശ്വാസത്തിനും യഹോവ സാക്ഷികൾ ഒഴിച്ചുള്ള എല്ലാ ക്രൈസ്തവ സഭകളുടെയും പ്രബോധനങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഇങ്ങനെയുള്ള സെക്റ്റുകളെ തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട്. അവർ പറയുന്നതാണ് ശരിയെന്നും അവർ പറയുന്നത് മാത്രമേ ശരിയുള്ളെന്നും അവർ ശാഠ്യം പിടിക്കും. പരിശുദ്ധ മറിയത്തിന് യേശുക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് അവരെ അവതരിപ്പിക്കും. തങ്ങളുടെ പഠനങ്ങളോട് വിയോജിപ്പുള്ളവരോട് അവര് അസഹിഷ്ണുത പുലർത്തും. ഇത്തരം പ്രബോധനങ്ങളും നിലപാടുകളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നവരെ കർശനമായി അകറ്റി നിർത്തുക തന്നെ വേണം. താലിബാനെ പേടിച്ച് രാജ്യം വിട്ട ഹിന്ദുക്കളും സിഖുകാരും തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിച്ച് താലിബാൻ ഭരണകൂടം. അവർക്ക് ആരെയെങ്കിലുമൊക്കെ അറുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കൈ വല്ലാതെ വിറച്ചോണ്ടിരിക്കും. ഇനി നിങ്ങൾ ചെന്നില്ലെങ്കിൽ അവർ പരസ്പരം വെട്ടിച്ചാവും. താലിബാൻ ഒരു വിസ്മയമാണെന്ന് മാധ്യമം ദിനപത്രം പറഞ്ഞത് വെറുതെയല്ല. ഇങ്ങനെ എന്തെല്ലാം വിസ്മയങ്ങൾ ഇനിയും കാണാനിരിക്കുന്നു. ന്യൂസ് കാൻ ഈ ആഴ്ച ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഇതേ ദിവസം ഇതേ സമയം.